ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക് മറ്റുള്ള മൃഗങ്ങൾക്കും ജീവികൾക്കും ലഭിക്കാത്ത പല അനുഗ്രഹിക്കപ്പെട്ട ഗുണഗണങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. ക്ഷമ, സ്നേഹം, പരോപകാരം, ഇന്ദ്രിയജയം, സഹിഷ്ണുത, ദീർഘക്ഷമ, അങ്ങനെ പല വിധത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗുണങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് സഹിഷ്ണുത. സഹിഷ്ണുതയുടെ ഇംഗ്ലീഷ് വാക്ക് എൻഡ്യൂറൻസ് എന്നാണ്. സഹിഷ്ണുതയെക്കുറിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നു: സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. എന്താണ് ഇയ്യോബിൻ്റെ സഹിഷ്ണുത? ഇയ്യോബിന് സംഭവിച്ചത് എന്താണ്? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്നതായ ഇയ്യോബിനും കുടുംബത്തിനും വന്നു ഭവിച്ചതായ പ്രതികൂലങ്ങൾ വർണ്ണനകൾക്കും അപ്പുറമാണ്. ഉണ്ടായിരുന്ന സകല സമ്പത്തും നഷ്ടപ്പെട്ടു. ഇയ്യോബിനുണ്ടായിരുന്ന 10 മക്കളും കൊല്ലപ്പെട്ടു. ഇയ്യോബിൻ്റെ ജീവിതം ദുരിതപൂർണമായി തീർന്നു. രോഗങ്ങളാൽ ബാധിച്ച് വീടിന് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത നിലയിൽ ഇയ്യോബ് തകർന്ന് ഒറ്റപ്പെട്ടു പോയി. തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് ഇയ്യോബ് പലപ്പോഴും ചിന്തിച്ചു കാണും. ഇത്ര വലിയ അനർത്ഥങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആഞ്ഞടിക്കുവാൻ തക്കവണ്ണം താൻ എന്ത് തെറ്റ് ചെയ്തു? ഇത്രയൊക്കെ നഷ്ടങ്ങളും വേദനകളും വേർപാടുകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടും ഇയ്യോബ് സഹിഷ്ണുതയോടെ അവയെല്ലാം അനുഭവിച്ചു. ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയുള്ള ഒരുവനെ മാത്രമേ പിന്നെ നമുക്കറിയൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും എത്രമാത്രം അപമാനങ്ങൾ, ചാട്ടവാറടികൾ, കുത്തുവാക്കുകൾ, ദേഹോപദ്രവങ്ങൾ, അവസാനം ഏറ്റവും നിന്ദ്യമായ നിലയിലുള്ള ക്രൂശ് മരണം വരെ കർത്താവിന് സഹിക്കേണ്ടി വന്നു. ഇയ്യോബിനെ ദൈവം കൈവിട്ടില്ല. ഇയ്യോബിനെ ദൈവം യഥാർത്ഥത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എൻ്റെ ഭക്തനായ ഇയ്യോബ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു. എൻ്റെ ഭക്തനായ ഇയ്യോബ് ഈ പ്രതികൂലങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ദൈവത്തിനൊന്ന് കാണണമായിരുന്നു. ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും അങ്ങനെ പറയുവാൻ സാധിക്കുകയില്ല. ദൈവം ചെയ്തത് അനീതിയാണെന്ന്
ലോകത്തോട് നാം എല്ലാവരും വിളിച്ചു പറയും. എന്നാൽ ഇയ്യോബിൻ്റെ വാക്കുകൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൽകുവാൻ കഴിയുന്നവന് തിരിച്ചെടുക്കുവാനും അധികാരമുണ്ട്. തിരിച്ചെടുത്തവന് വീണ്ടും നൽകുവാനും അധികാരമുണ്ടെന്ന് ഇയ്യോബിനറിയാം. സ്തോത്രം. ഇതാ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം ഇരട്ടിയായി മടക്കി നൽകി ഇയ്യോബിനെ ദൈവം ആദരിക്കുകയാണ് ഒടുവിൽ ചെയ്തത്. അപ്പോൾ സഹിഷ്ണുത കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നനച്ചിരിക്കാത്ത നിലയിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു പോകുന്ന നിലയിൽ അവസ്ഥകൾ വന്നു ഭവിച്ചാലും അവിടെ ഒന്നും ഒരിക്കലും ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തോട് പെറുപിറുക്കാതെ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവം ഇതിനെല്ലാം പരിഹാരം വരുത്തിക്കൊള്ളുമെന്നുള്ള അടിയുറച്ച അചഞ്ചലമായ വിശ്വാസം, അതാണ് സഹിഷ്ണുതയെ കാണിക്കുന്നത്. സഹിഷ്ണുതയോടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കാൽവരി മലയിൽ ക്രൂശുമരണം ഏറ്റുവാങ്ങിയ യേശുക്രിസ്തുവിനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അവയെല്ലാം പൂർത്തീകരിച്ച് ഒടുവിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പ് നൽകി സകലത്തിന്മേലും ജയം നൽകി ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുവാൻ ആമേൻ അധികാരം ലഭിച്ചുവെങ്കിൽ, സ്തോത്രം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്നതായ ഈ പ്രതികൂലങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. ഇയ്യോബിനെ പോലെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ സഹിഷ്ണുതയോടെ അവയെല്ലാം തരണം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രതികൂലങ്ങളെ കണ്ട് നാം തളർന്നു പോയാൽ, നാം പിന്മാറിപ്പോയാൽ, ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഉറച്ചു നിന്നാൽ, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചാൽ, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും അതൊന്നും സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുമെങ്കിൽ, ഇതാ ഇയ്യോബിനെ മാനിച്ച ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഷ്ടതകളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ധാരാളമുണ്ട്. ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുവാനിടയായെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതത്തെ ഒന്ന് ഓർത്തെടുക്കുക, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഒന്ന് ഓർക്കുക. നിശ്ചയമായും ഇയ്യോബിന് മാത്രമല്ല, ഇയ്യോബിനെ പോലെ സഹിഷ്ണുത കാണിക്കുന്ന, ഇയ്യോബിനെ പോലെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും അതേ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ലഭിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ആമേൻ ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരു വലിയ പ്രതിഫലം കർത്താവിൽ നിന്ന് വാങ്ങിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. ആമേൻ. നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഈ ദൈവം എന്നുവന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം ഹല്ലേലൂയ ആമേൻ പരിപാലിക്കും. അവൻ നമ്മളെ ഹല്ലേലൂയ സൂക്ഷിക്കും, അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.